സാർ, ഈ രാഷ്ട്രപതിയുടെ വരവ് തുടക്കത്തിൽ ഒരു സുരക്ഷാ വീഴ്ചയൊക്കെ പറഞ്ഞു. അത്തരത്തിൽ സുരക്ഷാ വീഴ്ച ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ പിന്നെ നമ്മുടെ കോന്നി MLA അവിടെയൊക്കെ മറ്റേ ശാസ്ത്രജ്ഞന്മാർ വന്ന് പരിശോധിക്കുന്നത് പോലെയൊക്കെ അവിടെ എങ്ങനെയല്ല ഇവിടെ ഇങ്ങനെയല്ല മറ്റേതോ വാഹനമാണോ വന്നതെന്നൊക്കെ തരത്തിലാണ് നമ്മുടെ സംസാരമൊക്കെ കേട്ടത്. രാഷ്ട്രപതിയുടെ വരവ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്നലെ വർക്കല ശിവഗിരി മഠത്തിലേക്ക് പോകുന്ന വഴിക്ക് ഈ പണ്ട് അബ്ദുൽ കലാം ചെയ്തതുപോലെയൊക്കെ ഇന്ത്യയുടെ രാഷ്ട്രപതി റോഡിൽ ഇറങ്ങുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരുപക്ഷെ പ്രോട്ടോകോൾ പോലും ഈ സ്നേഹത്തിന് മുന്നിൽ ഒന്നുമല്ല എന്ന് പറയുന്നത്. രാഷ്ട്രപതിക്ക് കുട്ടികളെ കാണുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹം പ്രധാനമന്ത്രിയും ഒക്കെ ഇങ്ങനെ കാണിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇത് നൽകുന്ന ഒരു എന്താണ് നമുക്ക് ഇപ്പൊ സഖാവ് പിണറായി വിജയനൊക്കെ പോകുമ്പോൾ, മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ പോകുമ്പോൾ പിണറായി വിജയൻ ഒരിക്കലും ഇറങ്ങി അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നവരെ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് അതിനെ കുഴയ്ക്കുന്നതല്ല. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ആകണ്ടേ ഒരു ജനപ്രതിനിധികളെ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രഥമ പൗരയാണ്. ഇപ്പൊ രാഷ്ട്രപതി ഇവിടെ നിർത്തിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിർത്തിയപ്പോ ആ കുട്ടികളുടെ മനസ്സിലുണ്ടായ ഒരു വല്ലാത്തൊരു സന്തോഷം ഇതുമൊക്കെ അത് ചെറിയ കാര്യമല്ലല്ലോ. അല്ല, അപ്പൊ നമുക്ക് ഈ ഒരു വിഷയം നമുക്ക് ഇന്നലെ ഇന്നും രാഷ്ട്രപതിയുടെ സന്ദർശനം നോക്കുമ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ തമ്മിൽ ഇതിനകത്ത് ചില കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ തന്നെ ആദ്യമേ ഈ പറഞ്ഞതുപോലെ ജനീഷ് കുമാർ MLA വിവരം എനിക്ക് തോന്നുന്നു അദ്ദേഹം ധന്യ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ ഈ പ്രോട്ടോക്കോളും അല്ലെങ്കിൽ പദവിയും അല്ലെങ്കിൽ ഈ വലിയ വലിയ വലിപ്പത്തിലുള്ള സ്ഥാനങ്ങളും ഒന്നും അല്ലെങ്കിൽ ഈ ചില സ്നേഹത്തിൻ്റെയും അല്ലെങ്കിൽ കരുതലിൻ്റെയൊക്കെ മുമ്പിൽ ഒന്നുമല്ലാതെ ആകുന്നു, മറന്നു പോകുന്നു എന്നൊക്കെ ഉള്ളതിന് ഉദാഹരണവും, അല്ലെങ്കിൽ അവർക്ക് ഈ വലിപ്പം ഈ വരുന്തോറും അവർ അങ്ങ് താഴെത്തട്ടിലേക്ക് താഴെ വന്നേ ഉള്ളൂ സമ്മാനം എന്നൊക്കെ പറയത്തില്ലേ. അതുപോലെ ഈ കായ്ഫലമുള്ള കൊമ്പ് ചാഞ്ഞു കിടക്കും എന്നൊക്കെ പറയത്തില്ലേ പഴയ പഴഞ്ചൊല്ലിനകത്ത്. അപ്പോൾ ഇന്നലെ ഈ പറയുന്ന രാഷ്ട്രപതിയുടെ അവിടെ ഈ പറയുന്ന പോലെ സുരക്ഷാ വീഴ്ച അവിടെ സംഭവിച്ചു ശബരിമലയിൽ. അപ്പം ഒരു ആൾ വന്നിട്ട് ഈ രാഷ്ട്രപതിയുടെ മുമ്പിലോ അല്ലെങ്കിൽ നമ്മൾ ഈ വലിപ്പത്തിലുള്ള ആൾക്കാരെ പരിശോധിക്കുമ്പോഴും ഒന്നുമല്ലാത്ത ഒരാൾ ഇന്നലെ ഇന്നുമായിട്ട് പറയുന്ന വിഡ്ഢിത്തരങ്ങളും കാണിക്കുന്ന കോപ്രായങ്ങളും അല്ലെങ്കിൽ അല്പത്തരങ്ങളും ഒക്കെ നമ്മൾ കാണുന്നതായി ജനീഷ് കുമാറിന്റെ കാര്യത്തിൽ. ഇപ്പോൾ അത് വലിയ വലിപ്പത്തിൽ ചർച്ചയായിട്ട് വരുമോ. ആ സ്ഥാനത്താണ് ഇന്ത്യയുടെ അവർ കഴിഞ്ഞിട്ടാണ് രണ്ടാമതൊരാൾ നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഒന്നാം പൗര അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒന്നാമത്തെ ആൾ അല്ലെങ്കിൽ അത്രയ്ക്ക് വലിപ്പമുള്ള ആൾ. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പണ്ടത്തെ ഇന്ത്യ അല്ല, ലോകത്ത് ഈ പറയുന്നത് പോലെ എണ്ണപ്പെട്ട രാജ്യങ്ങൾക്കകത്ത് ഒരു രാജ്യമായിട്ട് വരുന്ന ഇന്ത്യയിലെ ഒന്നാം പൗര. ആ സ്ത്രീ കടന്നു പോകുന്നു. ഇന്നലെ ഇവിടെ വരുന്നു, ഓരോ പരിപാടിക്കകത്ത് ശിവഗിരിയുടെ പരിപാടിക്ക് കടന്നു പോകുന്നു. അപ്പോൾ ഈ ഇവരെ കാണുന്നതും അല്ലെങ്കിൽ അവരുടെ പോക്കും വരവും അത് ഒക്കെ ഒരു വലിയ കൗതുകമാണല്ലോ. നമ്മളെ സ്കൂളിൽ പഠിക്കുമ്പോഴും തന്നെ ഈ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വരുമ്പോൾ, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മറ്റ് പല ആൾക്കാരൊക്കെ വരുമ്പോൾ ഒരു കൗതുകത്തോടു കൂടി കാണും. മാത്രമല്ല ആ വരവെന്ന് പറഞ്ഞാൽ നമ്മൾ ആരായാലും നോക്കിയിരുന്നു. അത്രയ്ക്ക് സെക്യൂരിറ്റി ഒക്കെ ഉണ്ടല്ലോ, അലാറും സെക്യൂരിറ്റിയും, അതുപോലെ അതിന് ഈ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലുമുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കരുതലും ഒക്കെ അത് തന്നെ ഒരു ഈ പറഞ്ഞ പോലെ ഉത്സവത്തിൻ്റെ ആരവത്തിലാണല്ലോ. ഉത്സവമല്ല, അതിൻ്റെ ഗൗരവം അത്രയ്ക്ക് കണ്ട് അത്രയ്ക്ക് സൂക്ഷ്മതയോടുകൂടിയും അല്ലെങ്കിൽ അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ വരുമ്പോൾ തന്നെ ആ പ്രദേശത്തിലുള്ള ആളുകളും എല്ലാവരും ഇത് അറിയും. കാരണം ഈ തയ്യാറെടുപ്പ് അറിയാതൊന്നും അല്ലല്ലോ. അവിടെ പോലീസ് വരുന്നു, ഇവിടെ പോലീസ് വരുന്നു, SPG വരുന്നു, ഇടനിലമില്ലാതെ നേരത്തെ ഇല്ലാത്തവണ്ണം പോലീസ് വാഹനങ്ങൾ വരുന്നു, പരിശോധന നടത്തുന്നു. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് എന്താണെന്ന് അറിയാത്തവരൊക്കെ ചോദിക്കും. പക്ഷേ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇവർ വരുന്നത് കാണുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി. കാരണം അവർ പോകുന്ന വഴിക്ക് ഒരു ഇറങ്ങത്തൊന്നുമില്ല, അല്ലെ പോകുന്ന വഴിക്ക് കാറിൻ്റെ ജനലിൽ കൂടെ കാണാനോ ഗ്ലാസ്സിൽ കൂടെ കാണാനോ അപ്പോൾ ആ സമയത്ത് ഒരു പൂച്ചണ്ട് കാണിക്കാനേ പറ്റത്തുള്ളൂ. ഇത് നേരിട്ട് മേടിക്കും അല്ലെങ്കിൽ അത്തരത്തിലൊന്നുമില്ല. ആ രീതി നിന്നപ്പോഴാണ് ഇവരിറങ്ങി വന്ന് അവർക്ക് കണ്ടപ്പോൾ, കുഞ്ഞുങ്ങളെ കണ്ടപ്പം ഒരുപക്ഷെ അവരുടെ ബാല്യകാല ഓർമ്മ വന്നു കാണും. അല്ലെങ്കിൽ അവർ ഈ വലിയ പൊസിഷനിൽ എത്തുന്നത് വരെ അവർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടവും അവരുടെ രീതികളൊക്കെ അവർക്ക് ഓർമ്മ വന്നു കാണും. അപ്പോൾ അന്നേരം അവരുടെ വലിപ്പം ഈ പറഞ്ഞ പോലെ ചിലരെ ഇത് ഓർക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ ചില MLA ഇത് ഓർക്കുന്നില്ലല്ലോ. മുൻകാലം എങ്ങനെ ആയിരുന്നെന്ന് ചില മന്ത്രി ആയിക്കഴിഞ്ഞാൽ ഓർക്കുന്നില്ല. പക്ഷേ ഇവർക്കത് ഓർമ്മ വരുന്നുണ്ട്. കാരണം അവരതുപോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ പറയുന്ന പോലെ ആകാശത്തോളം വളർന്നുകൊണ്ടിരിക്കുക. ഇനി ഇത് കൂടുതൽ അവർക്ക് ഇനി ഒരു പൊസിഷനിൽ എത്താനില്ല, ഇതിനപ്പുറം ഒരു പൊസിഷനിൽ എത്താൻ. അപ്പോൾ അവർക്കിത് മനസ്സിലാവും. അവർ കുഞ്ഞുങ്ങളെ കണ്ടപ്പം അവർ ഇവരെ പറ്റി രാഷ്ട്രപതിയായിട്ട് വന്നപ്പോൾ ഇവരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിത രീതിയും അവർ വന്ന രീതിയും അവർ വന്ന പൊസിഷനുകളൊക്കെ ഉണ്ട്. അതിന് ആ സമയത്തും അവരെ അവിടെ ഒരു ചെറിയ അമ്പലത്തിൽ പോകുന്നതും അമ്പലം രാവിലെ തൂത്തുവാരുന്നതും മറ്റും ഏത് അറ്റം വരെ താഴാൻ പറ്റുമോ ആ അറ്റം വരെ താഴ്ന്നിട്ടുള്ള ജോലികൾ ഏത് പൊസിഷനിൽ ഇരിക്കുന്ന സമയത്തും അവർ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിരുന്നു. അവരെ തേടി പല പോസ്റ്റുകളും വന്നു.
പല കാര്യങ്ങളും വന്നു. അപ്പോഴും അവരുടെ മനസ്സിനകത്ത് ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ഈ പറയുന്നത് ധിക്കാരമോ അല്ലെങ്കിൽ ഞാനിരിക്കുന്ന വലിയ പോസ്റ്റിലാണ്, അങ്ങനെ അതുകൊണ്ട് വേറെ ആൾക്കാരോടടുത്ത് ഇങ്ങനെ പെരുമാറണം, മോശമായിട്ട് പെരുമാറണം, അത് വേറെ ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്ന അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാവണമെന്നും വന്നില്ല. ഇതുപോലെ ഒരാളുണ്ടായിരുന്നു, നമുക്കറിയാമോ, നമ്മുടെ രാഷ്ട്രപതി, അതും വലിയ ചർച്ചയായിട്ടുള്ളതാണ്, ഈ അബ്ദുൽ കലാം ഒരു വലിയ പ്രശ്നമായിരുന്നു. വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അദ്ദേഹം ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് കുത്തിക്കൊണ്ടിരുന്ന ആദ്യത്തെ അല്ലെങ്കിൽ വന്നപ്പോൾ രാഷ്ട്രപതിയായപ്പം വിളിച്ചവിടെ വരുത്തിയില്ലേ, ആൾക്കാരൊക്കെ നോക്കി പുള്ളി എവിടെ വന്നു, പുള്ളിക്ക് പോലും പേടി. ഇതിനകത്ത് കണ്ടിട്ടുണ്ടോ 360 ഓളം റൂമുണ്ട് ഇതിന്, രാഷ്ട്രപതി ഭവൻ 1000 ഏക്കറിനകത്ത് ഇരിക്കുന്നത്, അതിൻ്റെ സംവിധാനങ്ങൾ ദൂരെ നിന്ന് കണ്ടാൽ പോലും പേടിയാവും ഒരു സാധാരണക്കാരൻ, അറിയാമോ? അത്രയ്ക്ക് വലിയ വലിയ സംവിധാനങ്ങളും കാര്യങ്ങളും പ്രോട്ടോക്കോളും സെക്യൂരിറ്റിയും മറ്റൊന്നും കാര്യമൊക്കെ. അപ്പം അദ്ദേഹം ഒന്നുമല്ലായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് കുത്തിയിട്ടുള്ളതും ഒരു പക്ഷേ ചെരുപ്പ് കുത്തിയ സമയത്ത് ആ ചെരുപ്പ് കുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം ആവശ്യപ്പെടുന്ന അത്രയും പൈസ പോലും ഇല്ലാത്ത കാലഘട്ടമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ ഈ വലിയ വലിപ്പത്തിലേക്ക് ആ മനുഷ്യൻ എത്തുമ്പോഴും അദ്ദേഹം ആ കാലഘട്ടം ഒന്നും മറക്കുന്നില്ല, ആ സുഹൃത്തുക്കളെ ഒന്നും വേണ്ടെന്ന് വെക്കുന്നില്ല, ആ സുഹൃത്തുക്കളെ വഴിയിൽ കാണുമ്പോൾ എൻ്റെ സുഹൃത്തല്ല എന്ന് പറയുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നില്ല. ചേർത്ത് പിടിക്കുന്ന ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും പറ്റത്തില്ല, മനസ്സിലാകുന്നത്. ഇത് ഇവിടെ അതേ സംഭവിച്ചുള്ളൂ. കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അവർക്ക് അതും എന്നെ കാത്തു നയിക്കുന്നു, ഞാനാരാ, അവരുടെ മുമ്പിൽ ഞാനൊന്നുമല്ല. അപ്പം മനസ്സിലായി, ഇറങ്ങി ചെന്നു. സുരക്ഷാ വീഴ്ചയൊക്കെ അവർക്ക് ആ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പ്രശ്നം ഉണ്ടാവുമെങ്കിലും അത് അവിടെ കാണിക്കുന്ന ഈ ജനീഷ് കുമാർ MLA ഒക്കെ പഠിക്കണ്ട, മനസ്സിലാകുന്നുണ്ടോ? എടാ, അവർക്ക് ഒരു പക്ഷേ ഒരു അബദ്ധത്തില്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ ഒരു വീഴ്ചയ്ക്കകത്ത് ഒരു സംഭവം വരുമ്പോൾ ആക്ഷേപം വരും. ആക്ഷേപം ആർക്ക് വരും? അതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്കാണ് വരുന്നത്. MLA വരും, അല്ലെങ്കിൽ അവിടെ മന്ത്രി ഉണ്ടേ വരും, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരും, ഏറ്റവും അവസാനം പിണറായി വിജയൻ വരും. അത് ശരി, അത് എൻ്റെ ഭാഗത്തെ വീഴ്ചയാണ്, ആരാണ് ചെയ്തത്, അതിന് ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതിന് പകരം ഹെലികോപ്റ്റർ കീപ്പോട്ടാണെന്നാ പോകുന്നത്, ഹെലികോപ്റ്റർ മേപ്പോട്ടാണെന്നാ പോകുന്നത്, അതിന് കാല് വേണോ കൊമ്പ് വേണോ എന്നൊക്കെ ചോദിക്കുന്നതിനകത്തൊന്നും അതൊക്കെ അല്പത്വമാണ്. അതിനകത്തൊന്നും വലുതാവത്തൊന്നുമില്ല. അത് തന്ത്രപരമായിട്ട് വീഴ്ച സംഭവിച്ചോ ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ നടപടിയെടുക്കും, അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്തായിരുന്നു അയാൾ വലിയവനാവുന്നേ. അയാൾ വിചാരിച്ച് ഇത് പറയുമ്പം വേറെ നാളെ കാലത്തെ മന്ത്രിയാക്കുമെന്ന് വിചാരിച്ചായിരിക്കും ഇത് പറഞ്ഞു. കാരണം ഇത് BJP ആണല്ലോ രാഷ്ട്രപതി, BJP അല്ല രാഷ്ട്രപതി, ഇന്ത്യയുടെ രാഷ്ട്രപതി. അത് മനസ്സിലാക്കണം. CPM അല്ല ജനീഷ് കുമാർ MLA, മനസ്സിലാകുന്നുണ്ടോ? കേരളത്തിൻ്റെ MLA അല്ലെങ്കിൽ ആ നിയോജകമണ്ഡലത്തിൻ്റെ MLA, അയാൾ മത്സരിച്ചത് അല്ലെങ്കിൽ CPM കെയർ ഓഫിലാ. അത് മനസ്സിലാക്കാനുള്ള കഴിവെങ്കിലും വേണം. അല്ലാതെ ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അല്ലെങ്കിൽ എന്തും പറയുന്നതൊക്കെ അംഗീകാരം കിട്ടുമെന്ന് പറഞ്ഞാൽ അബദ്ധമാണ്. അങ്ങനെ പറഞ്ഞിട്ടൊന്നും അംഗീകാരം കിട്ടത്തില്ല. അതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ വേണമെങ്കിൽ ചില കാര്യത്തിനകത്ത് അയാളെ ഏറ്റവും ആദരണീയനായിട്ടും അല്ലെങ്കിൽ ഹീറോ ആയിട്ട് കാണുന്ന പിണറായി വിജയൻ ഉണ്ടല്ലോ, അയാളെ കണ്ടു പഠിച്ചാൽ മതി. ആരെ പറയുമ്പോഴും ചില കാര്യത്തിനകത്ത് പുള്ളിയുടെ തീരുമാനങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് പുള്ളിയെ ചിലപ്പം ഒരുപക്ഷെ പാർട്ടിക്കപ്പുറം ചില അംഗീകാരമൊക്കെ ചില സാധനങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നത്. പിന്നെ അദ്ദേഹത്തിനും കുഴപ്പങ്ങളുണ്ട്. ചില ഘട്ടങ്ങളിലൊക്കെ ഈ പറയുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വാത്സല്യം ഇല്ലാത്ത നേതാവ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കാണുമ്പം തിരിഞ്ഞു പോകുന്ന നേതാവ് ഒന്നും അല്ല പിണറായി വിജയൻ കേട്ടോ. പക്ഷെ എല്ലായിടത്തും ചാടി ഇറങ്ങി ആ ഒരു സ്റ്റൈൽ പിണറായി വിജയൻ ഇല്ല. അത് ഓരോരുത്തർക്കും ഓരോ ശൈലിയാണല്ലോ. നമ്മുടെ അയാൾ ഈ പറയുന്നത് പോലെ അങ്ങനെ ഇല്ല, അയാൾ വേറെ ശൈലി. ഉമ്മൻചാണ്ടി എവിടെ ഇറങ്ങും? അതിനകത്തൊന്നും ഒരു നാടകമുള്ള ആളുകളല്ല. മനസ്സിലായി. ഇയാൾക്കും കുഞ്ഞുങ്ങളെ കാണുമ്പോഴൊക്കെ വലിയ വാത്സല്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അയാളുടെ മോടെ കുഞ്ഞിനെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത്. അതും ആ വലിപ്പത്തുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വലിയ കാര്യം. അതുകൊണ്ടാണ് ഈ നേരത്തെ നമ്മുടെ ഇതുണ്ടല്ലോ, തിരുവനന്തപുരം അല്ലെ കാർത്തികേയന്റെ മകനുണ്ടല്ലോ, ഈ കാർത്തികേയന്റെ മുൻ MLA ശബരിനാഥന്റെ ഭാര്യ ഉണ്ടല്ലോ, അയ്യർ, ഒരു കളക്ടർ, എപ്പോഴും പാട്ടുമൊക്കെ പാടി. അപ്പം അവർക്കിടയ്ക്ക് പിണറായി വിജയനോട് ഇത്തിരി സ്വാധീനവും അടുപ്പം വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുഞ്ഞുങ്ങളെ കൂടെ വരുന്ന സമയത്ത് പിണറായിയുടെ അടുത്ത് പോകേണ്ട സമയത്തൊക്കെ കുഞ്ഞുങ്ങളെ കാണുമ്പോഴത്തേനും പിണറായി നിങ്ങളാരും വിചാരിക്കുന്ന പോലുള്ള ഒരു പുറത്തുനിന്ന് കാണുന്ന പോലുള്ള ഒരു മനുഷ്യനൊന്നും അല്ല. അത് കൂളാണ്. എനിക്ക് നിമിഷങ്ങൾക്കകത്ത് പുള്ളിയായിട്ട് അടുത്ത് നിൽക്കാൻ സാധിച്ചിട്ടുള്ളപ്പോൾ പോലും ഞാൻ അതിശയിച്ചിട്ടുണ്ട്. ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് പോലും അദ്ദേഹം ചിരിക്കുകയും അല്ലെങ്കിൽ അത് വളരെ ഒരു സന്യാസി തുല്യനായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഉണ്ടെത്തൊന്നുമില്ല നോട്ടത്തിലും അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു കാര്യത്തിലും ഒക്കെ നമുക്ക് വലിയ ഫീലിങ്സ് ഉണ്ടാവും. നിസ്സാരക്കാരനല്ല പുള്ളി. നമ്മൾ പിന്നെ ചില കാര്യത്തിനകത്ത് പുള്ളിയുടെ തീരുമാനം കർക്കശമാണ്. ഒരു നോട്ടം കൊണ്ടൊക്കെ ചിലപ്പോൾ ഈ ബിനോയ് വിശ്വം മുള്ളുന്ന പോലൊക്കെ ഒറ്റ മുള്ളൽ മുള്ളിപ്പോവും. അതൊക്കെ പുള്ളിയുടെ കഴിവിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ആ കപ്പാസിറ്റിയുടെ ഭാഗമാണ്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വന്നത് ഇതൊരു വലിയ സ്ത്രീയാണ്. കാരണം ആദിവാസിയിലെ ഈ പറയുന്നത് പോലെ ആദിവാസിക്കകത്ത് ഏറ്റവും പിന്നോക്കമായിട്ടുള്ള ഒരു സ്ത്രീ ഇപ്പോൾ ഈ രാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് വഹിച്ചിരുന്ന പോസ്റ്റുകളൊക്കെ നിങ്ങൾ നോക്കണം, അവരുടെ ജീവിതം നോക്കണം, അവരുടെ സാഹചര്യം നോക്കണം. അപ്പോൾ ഇത്രയും ആ സാഹചര്യത്തിൽ അവർ ഇത്രയും ഉയർച്ചയിൽ വരണമെങ്കിൽ, അല്ലെങ്കിൽ കുപ്പത്തൊട്ടിയിലെ മാണിക്യം എന്നൊക്കെ പറയുന്നില്ലേ, ഉയർച്ചയിൽ വരണമെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ആ സങ്കല്പം ഉണ്ട് തന്നെ.
അല്ലെങ്കിൽ വരത്തില്ല. നമ്മൾ പറഞ്ഞില്ലേ മനസ്സിന് നന്മയുള്ളവനെ രക്ഷപ്പെടുത്തുന്നൊക്കെ ഉള്ളത് പറഞ്ഞില്ല. ഇത് അന്നേരം പിള്ളേരെ കണ്ടപ്പോൾ ചാടി ഇറങ്ങിയ മനസ്സല്ല. ഒരു പണ്ടുതൊട്ടേ ആ മനസ്സും അല്ലെങ്കിൽ ആ രീതിയിലുള്ള മാനസികാവസ്ഥയും ആ രീതിയിലുള്ള പ്രവൃത്തിയും ആ രീതിയിലുള്ള കർമ്മങ്ങളും ഒക്കെ അനുശാസിച്ചു പോകുന്നത്. അപ്പോൾ അതിനകത്ത് അവരറിയാതെ ഇറങ്ങിപ്പോവും. ചവിട്ടാൻ പറഞ്ഞാൽ ഡ്രൈവർക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചവിട്ടി വെക്കുമല്ലേ. അതാണല്ലോ രാഷ്ട്രപതി. അപ്പോൾ അവിടെ ചവിട്ടി ഇറങ്ങി, അത് പിള്ളേർക്ക് സന്തോഷമായി. അത് കാണുമ്പം ഈ പറയുന്ന പോലെ നമ്മൾക്കും ഒരു കുളിർമയും സന്തോഷവും അല്ലെങ്കിൽ നമുക്ക് തന്നെ അങ്ങനെയൊക്കെ ആവണം, നമ്മൾ തിരുത്തേണ്ടതൊക്കെ തിരുത്തണം. അതൊരു വലിയ സന്ദേശമല്ലേ. അപ്പം ഇതുപോലെ അഹങ്കാരികളായിട്ടിരിക്കുന്നവന് ഏതാണ്ടൊക്കെ കിട്ടുമ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞാൽ പിന്നെ 4 ചിറകുമൊക്കെ വെച്ച് കക്ഷത്തിൽ 2 കട്ടയൊക്കെ വെച്ച് നടക്കുന്നുണ്ടല്ലേ പഞ്ചായത്ത് മെമ്പർ. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു മാതൃകയാവട്ടെ, അല്ലെങ്കിൽ ഒരു തിരുത്തലാവട്ടെ, ഒരു സന്ദേശമാവട്ടെ. ആ ഒരു വലിയ സന്ദേശത്തിന് ഒരു ബിഗ് സല്യൂട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.